നമസ്കാരം. ഏറെക്കാലമായി തകർന്നു കിടക്കുകയായിരുന്ന റോഡ് കോടികൾ ചെലവിട്ട് നന്നാക്കിയതോടെ നിരത്തിലിറങ്ങാൻ നാട്ടുകാർക്ക് ഭയമായി തുടങ്ങി. ചീറിപ്പാഞ്ഞെത്തുന്ന വാഹനങ്ങൾ, എപ്പോൾ വേണമെങ്കിലും നിരത്തിൽ ജീവൻ പൊലിയാവുന്ന അവസ്ഥ. ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ തിരുവോണ ദിനത്തിൽ കൺമുന്നിലുണ്ടായ അപകടം. 3 വിദ്യാർത്ഥികൾ അമിത വേഗത്തിൽ സഞ്ചരിച്ച ബൈക്കാണ് പ്രദേശവാസിയായ സേവിയറെ ഇടിച്ചു വീഴ്ത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 59കാരൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഇതോടെ നാട്ടുകാർ ഒന്ന് തീരുമാനിച്ചു. വാഹനത്തിൽ ചീറിപ്പാഞ്ഞെത്തി ആളെ കൊല്ലുന്ന ഈ സംഘങ്ങളെ പിടിച്ചു കെട്ടണം. വൈകിയില്ല, നാട്ടുകാർ ഒരു മുന്നറിയിപ്പ് ബോർഡ് വഴിയിൽ വെച്ചു. അതിങ്ങനെയാണ്: ശ്രദ്ധിക്കുക, അമിത വേഗത്തിൽ അശ്രദ്ധമായി വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയാൽ നാട്ടുകാരുടെ തല്ലുറപ്പ്, ഒരു ദയയും ഉണ്ടാകില്ല. മുന്നറിയിപ്പ് ബോർഡ് ഫലം കണ്ടു തുടങ്ങി. പറഞ്ഞു വന്നത് എറണാകുളം ജില്ലയിലെ ദേശം വള്ളക്കടവ് റോഡിലെ നിരന്തര അപകടം ഒഴിവാക്കിയ നാട്ടുകാരുടെ ഇടപെടലാണ്. കണ്ണാടി പോലെ തിളങ്ങുന്ന റോഡും കണ്ണടച്ചുള്ള വണ്ടിയോടിക്കലും ചേർന്നതോടെ റോഡിൽ ദിവസവും അപകടങ്ങളായിരുന്നു. നാളുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പണി തീർത്ത റോഡിൽ ദിവസവും ചോര വീണ് തുടങ്ങിയതോടെയാണ് നാട്ടുകാർ ഇടപെട്ടത്. അപകടം ഒഴിവാക്കാൻ ബോർഡ് വെക്കുക മാത്രമല്ല നാട്ടുകാർ ചെയ്തത്. അപകടം സംഭവിച്ചാൽ പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കാൻ ഒരു ആംബുലൻസും വാങ്ങി. പിരിവെടുത്ത് 9 ലക്ഷം രൂപയുണ്ടാക്കിയാണ് നാടിന് സ്വന്തമായി ആംബുലൻസ് വാങ്ങിയത്. അപകടം തടയാൻ മുന്നറിയിപ്പ് ബോർഡും ആംബുലൻസും ആയതോടെ നാട്ടുകാർക്ക് അല്പം സമാധാനമുണ്ട്. ഏറെക്കാലമായി തകർന്നു കിടക്കുകയായിരുന്ന 14.1 കിലോമീറ്റർ ദൂരമുള്ള ദേശം വള്ളക്കടവ് റോഡ് 17 കോടി രൂപ ചെലവഴിച്ചാണ് കഴിഞ്ഞ വർഷം നവീകരിച്ചത്. റോഡ് മോശം അവസ്ഥയിലായിരുന്നപ്പോൾ അപകടങ്ങൾ കുറവായിരുന്നുവെന്ന് വാളങ്കം ഗ്രേസി ദയാനന്ദൻ പറയുന്നു. അമിത വേഗത്തിലാണ് വണ്ടികൾ പോകുന്നത്. പലരും ലഹരി മരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ലഹരിയിലാണ്. പ്രദേശവാസികളുടെ സുരക്ഷയ്ക്ക് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ബോർഡ് വെക്കുകയല്ലാതെ ഞങ്ങൾക്ക് മറ്റു വഴി ഉണ്ടായില്ല എന്ന് അവർ പറഞ്ഞു. SNDP യോഗം യൂത്ത് മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് ജനങ്ങളിൽ നിന്ന് സംഭാവന പിരിച്ച് ആംബുലൻസ് വാങ്ങിയത്. മുന്നറിയിപ്പ് ബോർഡുകൾ ഫലം ചെയ്യുന്നുണ്ടെന്ന് SNDP യോഗം യൂത്ത് മൂവ്മെൻറ്റ് പ്രസിഡന്റ് KG നിഷാദ് പറയുന്നു. പ്രത്യേകിച്ചും യുവാക്കളായ ബൈക്ക് യാത്രികർ വേഗം കുറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. റോഡിൽ ആവശ്യത്തിന് സൂചനാ ബോർഡുകൾ ഇല്ലെന്നും നിഷാദ് ചൂണ്ടിക്കാട്ടി. BMBC നിലവാരത്തിൽ നവീകരിച്ച റോഡിൽ ആവശ്യത്തിന് മുന്നറിയിപ്പ് ബോർഡുകൾ ഉണ്ടെന്നാണ് PWD ദേശീയപാത വിഭാഗം അവകാശപ്പെടുന്നത്. വളവുകൾ നിവർത്തൽ പദ്ധതിയുടെ ഭാഗമല്ലെന്നും ഇവർ പറയുന്നു. എന്നാൽ ആവശ്യത്തിന് സ്പീഡ് ബ്രേക്കറുകളോ ക്യാമറകളോ വളവ് നിവർത്താനുള്ള പദ്ധതികളോ ഇല്ലെങ്കിൽ റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുമെന്ന് നാട്ടുകാർ പറയുന്നു.